നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഐഹികമായി ഭൂമിയിൽ പാർത്തിരുന്നതായ കാലത്ത് അവിടുന്ന് ചെയ്ത പല അത്ഭുത പ്രവർത്തികളെ കുറിച്ച് സുവിശേഷങ്ങളും മറ്റും നാം വായിക്കുന്നുണ്ട്. And we have read about the different miracles that Jesus did when he was on this earth. നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുത പ്രവർത്തികളുണ്ട്. And there are miracles that have been written in all four gospels. ഒരു സുവിശേഷത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്ന പ്രവർത്തികളുമുണ്ട്. And there are miracles that are just written in one gospel. യേശു കർത്താവ് ആദ്യമായി ചെയ്ത അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And it is also mentioned about the first miracle that Jesus did. ഗലീലയിലെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവമാണ് യേശു കർത്താവ് ഐഹികമായി ഭൂമിയിൽ ആദ്യമായി ചെയ്ത അവിടുത്തെ അത്ഭുത പ്രവൃത്തി എന്ന് The first പറയുന്നത്. miracle that Jesus did while he was on this earth is to turn water into wine in the wedding of Cana. നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. ഒരുപാട് പ്രസംഗങ്ങൾ നാം ഇതിനകത്ത് നിന്ന് കേട്ടിട്ടുമുണ്ട്. We have heard about this a lot of times. We have heard a lot of preaching about this. എന്നാൽ ആ ഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ച പഠിപ്പിച്ച ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. But there are a few things that the Lord taught me from this passage that I would like to share before you. ഈ ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവും തന്റെ ശിഷ്യന്മാരും തന്റെ അമ്മ മറിയയും ആ ഭവനത്തിലെ സന്തോഷത്തിൽ സന്നിഹിതരായിട്ടുണ്ട്. You see that right now Jesus, his mother and his disciples and his brothers are in that wedding of Cana. വളരെ സന്തോഷത്തിന്റെ ഒരു ദിനമാണ് ആ ഗലീലയിലെ കാനാവിലെ ആ കല്യാണ വീട്ടിൽ അന്ന് നടക്കുന്നത്. And this wedding house is a house of joy because there is great happiness in that time. ഭാഗ്യമായ എല്ലാ സന്തോഷങ്ങളും ആ ഭവനത്തിനകത്തുണ്ടെങ്കിലും ആ കുടുംബത്തിലെ നാഥനെ വിളിച്ച് തന്നെ മുൻനിർത്തി നോക്കിയാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ആന്തരികമായി തന്നെ അലട്ടുന്ന ഒരു ശൂന്യത തന്റെ മുഖത്ത് ദർശിക്കുവാനായി കഴിയും. Even though there was great happiness in that house, if you were to call the host of the house, if you were to ask him, there is a great burden that he is holding on. പുറമേ എല്ലാം ഉണ്ടെങ്കിലും പുറമേ പലതും അഭിനയിക്കുന്നുണ്ടെങ്കിലും ആന്തരികമായി അകത്തളത്തിൽ അനുഭവിക്കുന്ന ചില ശൂന്യതകൾ. But even though outside everything is perfect, there is nullness within him. ആ ശൂന്യതയുടെ കാരണം എന്ന് പറയുന്നത് എന്താണ്? The void within him, the reason for that is this. ആ ഗലീലയിലെ പശ്ചാത്തലത്തിൽ യഹൂദ പശ്ചാത്തലത്തിൽ ഒരിക്കലും പോരായ്മ വരാതെ സൂക്ഷിക്കേണ്ട വിഷയത്തിൽ അവർക്ക് പോരായ്മ വന്നിരിക്കുകയാണ്. And in their entire history, when you take, there is something that should not be less, and there is a possibility that that item would be less in that house. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന ആത്മീയരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പോരായ്മ വരാതെ നാം സൂക്ഷിക്കേണ്ട ആത്മീയ അനുഭവങ്ങൾക്ക് പോരായ്മ വരാതെ കാക്കുവാൻ ആത്മീയരായി ഇപ്പോൾ തയ്യാറാകുക. Oh, dear children of God, as we worship God, as we continue on the spiritual journey, we shouldn't have shortage of the spirits that have been placed in our lives. യേശു കർത്താവിന്റെ മടങ്ങി വരവരെ അല്ലാതെ നമ്മുടെ ശ്വാസം നമ്മിൽ നിന്ന് പോകുന്നതായ സമയം വരെയും പ്രാർത്ഥന അല്ലെങ്കിൽ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ പോരായ്മ വരാതെ നാം കാത്തുകൊള്ളേണ്ടതാണ്. We should be very careful that such shortages do not happen in our life until the time that Jesus comes or until the time that we have here on this earth. യഹൂദ പശ്ചാത്തലത്തിൽ ഒരു കല്യാണ വീട്ടിൽ വീഞ്ഞു പോരാതെ വരിക എന്ന് പറയുന്നത് അസ്വാഭാവികമായ ഒരു സംഭവമാണ്. When you look at the story and the history of this land, you have to understand that a shortage of wine is not a commonplace thing. എന്നാൽ ഈ കുടുംബത്തിനകത്ത് ഒരു പോരായ്മ നേരിട്ടിരിക്കുകയാണ്. But you see that there is a shortage that is against this family. ഞാൻ ചിന്തിക്കുന്നത് വളരെ കണക്കുകൂട്ടലുകളോടെ അദ്ദേഹം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതാണ്. എന്നാൽ തന്റെ കണക്കുകൂട്ടൽ ഒരു നിമിഷത്തേക്ക് തെറ്റിപ്പോയി. I believe that he had to do a lot of calculations as he made this wedding happen, but probably his calculations went wrong somewhere. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കായി തിരുമുൻപാകെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പല കണക്കുകൂട്ടലുകളും പദ്ധതികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എല്ലായ്പ്പോഴും നമ്മുടെ പദ്ധതികൾ പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാം. Dear children of God, many a times in our lives we calculate our life the way that we think it ought to be, but sometimes you have to understand through this example that there could be problems in our calculations. നമ്മുടെ ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത് സഭയ്ക്കകത്ത്, ദേശത്ത്, കുടുംബത്തിനകത്ത് നമ്മെ ലജ്ജിപ്പിക്കുവാനല്ല, അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് ആത്മീയർ തിരിച്ചറിയട്ടെ. You have to understand this morning your calculations are becoming wrong so that it does not bring you shame, but so that God can use you and bless you in the days to come. പകൽക്കാലം തിരിഞ്ഞിറങ്ങി ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ വളരെ കണക്കുകൂട്ടലുകളോടെ ആവിഷ്കരിച്ച പല പദ്ധതികളും പൊളിഞ്ഞു കിടക്കിയല്ലേ, അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. Look back into your own life. There are many plans, many calculations
calculations that you placed for yourself, there were certain instances where that was changed. Why? Because God is using you so that He might bless you. ഏത് സ്ഥാനത്ത് നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയോ അതേ സ്ഥാനത്ത് തന്നെ ഒരു പുനർപ്രവൃത്തി ചെയ്യുവാൻ കഴിയുന്നവർ ഇവിടെ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. Oh, this morning you have to understand that if there is a change in your calculation, there is always another side to it. God will bless you multifold. തെറ്റിയ കണക്കുകൂട്ടലുകളെ കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ടിരിക്കാതെ ഇന്ന് പകൽ ആത്മീയന്റെ അകത്തളത്തിൽ ഒരു ധൈര്യം ഉണ്ടാകട്ടെ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇന്ന് ജീവിക്കുന്നവരാണ്. Oh, this morning do not be dismayed, do not be worried about the calculations that went wrong in your life, but have a great faith that God is going to bless us. എന്തുകൊണ്ടാ ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ തെറ്റിയത്? ഒരു ശരിയായ പാതയിലേക്ക് നമ്മെ ഒന്നുകൂടെ കൊണ്ടുവരുവാൻ. Why are your calculations that went wrong this morning? It is because God wants to correct you in the right path. ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ ആ കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയെങ്കിലും അതേ സ്ഥാനത്ത് യേശു കർത്താവ് ഒരു പ്രവൃത്തി ചെയ്തു When the കൊടുക്കുകയാണ്. calculations of the house of Cana and the wedding went wrong, God gave them a solution that is one much better. അതിന്റെ രണ്ടാമത്തെ യോഹന്നാന്റെ സുവിശേഷം രണ്ടാമത്തെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. In John chapter 2 verses 11 we read like this. യേശുവിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിൽ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. This is the first of His miracle signs Jesus performed at Cana in Galilee. Thus He revealed His glory and His disciples put their faith in Him. എന്തിനാണ് കണക്കുകൂട്ടലുകൾ തെറ്റിയത്? യേശു കർത്താവിന്റെ മഹത്വം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ടത്തെ കണക്കുകൂട്ടലുകൾ തെറ്റി. Hallelujah. Do you know why He changed your calculations that you had? It's so that His glory might be revealed in your house. Hallelujah. ഇന്ന് പകൽ ആ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കട്ടെ. ചില കണക്കുകൂട്ടലുകൾ തെറ്റിയതല്ല, സ്വർഗം തെറ്റിച്ചതാ. It is not that your calculations had a mistake, but God purposely put a mistake in front of it. ചില പദ്ധതികൾ പൊളിഞ്ഞു പോയതല്ല, സ്വർഗത്തിലെ ദൈവം പൊളിച്ചതാ. And it is not that your calculations were broken, but God Himself broke it for you. എന്തിന് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി വെളിപ്പെടുത്തുക എന്നത് ദൈവത്തിന്റെ ജീവിതമാണ്. Why? Because God has a great plan and purpose for your life, and He wants that to be revealed in your life. ഇന്ന് പകൽക്കാലം വചനത്തിൽ ആശ്രയിച്ച് എനിക്ക് വിളിച്ചു പറയുവാൻ സന്തോഷമുള്ളത്, ഏത് സ്ഥാനത്ത് കണക്കൂട്ടൽ തെറ്റിയോ അതേ സ്ഥാനത്ത് പ്രവൃത്തി ചെയ്യുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. Good morning standing in the Word of God, let me remind you that wherever your calculations were wrong, God is powerful enough to restore it multifold, and He's able to bless you. ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ ചില പദ്ധതികൾ പൊളിച്ച് ദൈവത്തിന്റെ മഹത്വം എന്നെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. Let's praise God this morning. God, thank you for destroying my calculations because you can restore me again. തെറ്റിയ കണക്കുകൂട്ടലുകളെ കുറിച്ച് ഓർത്ത് നീ നിരാശപ്പെട്ടിരിക്കാതെ ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. അവിടുന്ന് ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. Oh, trust in His glory, trust in Him. Even though He destroyed your calculations, He is able to restore you. ഏത് സ്ഥാനത്ത് നിന്റെ കണക്കുകൂട്ടൽ തെറ്റിയോ അതേ സ്ഥാനത്ത് തന്നെ നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. Where did you go wrong in your calculations? In that same spot itself, God will restore you. ഫിലദൽഫിയയിൽ നീ പരാജയപ്പെട്ടെങ്കിൽ ഫിലിപ്പിയൻസിൽ കൊണ്ടുപോയാൽ ദൈവം മാനിക്കുന്നത്. ഫിലദൽഫിയയിൽ തന്നെ നിന്നെ മാനിക്കാൻ ദൈവം If your ശക്തനാണ്. calculations were destroyed in Philadelphia, it is not by taking you to Philippi that He restores you, but in Philadelphia itself, He will restore you. ഏത് സ്ഥാനത്ത് നീ ഒറ്റപ്പെട്ടോ, ഏത് സ്ഥാനത്ത് തല ഉരിക്കേണ്ടി വന്നോ, ആര് നിന്നെ നിന്ദിച്ചോ, അതേ സ്ഥാനത്ത് നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. The same spot in your life that you had to bend down your heads with shame, the same spot that you were made a nobody, God will restore you. Hallelujah. ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. Let me tell you one thing very quickly and stop. തെറ്റിയ കണക്കുകൂട്ടലുകൾ എങ്ങനെ നേരെയാകും? How can these wrong miscalculations be straight again? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. John 2 verses 5 reads like this. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേ. And His mother said to the servants, do whatever He tells you. എങ്ങനെ തെറ്റിയ കണക്കുകൂട്ടലുകൾ നേരെയാകും? കർത്താവ് കൽപ്പിക്കുന്നതിനെ മനസ്സോടെ ചെയ്യുവാൻ തയ്യാറായ ആത്മീയരെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. How will your miscalculations be corrected? But do everything that God asks you to do, and that's how you can correct them.
ശിമോൻ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അവന്റെ പദ്ധതികളെ ദൈവം പൊളിച്ചതാ. His effort to catch fish was futile. Why? Because it's not because he did not know how to fish. Why? Because he did exactly what Jesus Christ did, and Jesus Christ said that's when he got a result. എന്തിന് ശിമോനെ, നിന്റെ പടക് യേശുവിന് ആവശ്യമുണ്ടായിരുന്നു. Why? Because oh Simon, God needed your boat. ഇന്ന് മുതൽ തിരിച്ചറിയട്ടെ, ചില ബിസിനസ്സുകൾ പരാജയപ്പെട്ടത്, ചില ആക്സിഡന്റുകൾ ഉണ്ടായത്, ചില വിഷയത്തിൽ കടഭാരങ്ങൾ വന്നത്, നിന്റെ പടകിന് യേശുവിന് ആവശ്യമുണ്ടായിരുന്നു. The reason why you get accidents in life, the reason why the businesses don't succeed, is because Jesus needs your boat today. അഗ്നിയെ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ വചനത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയട്ടെ. When there are things that happen unexpectedly in our lives, let us just stand firm and root ourselves in the Word of God. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ഭാഗത്ത് ഒന്നുകൂടെ നാം ചിന്തിച്ചാൽ, And if you come back to John chapter 2 again, ഈ ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ജനം പറഞ്ഞുകൊണ്ട് പോകുന്നത്, and you see that the people who are going away from this wedding, after the wedding, they're saying like this. എന്റെ ചിന്തയിൽ കണക്കൂട്ടലുകൾ തെറ്റിയ വീടെന്ന് പറഞ്ഞല്ല അവർ മടങ്ങിപ്പോകുന്നത്, മറിച്ച് ദൈവമഹത്വം വെളിപ്പെട്ട വീടെന്ന് പറഞ്ഞാ പോകുന്നത്. They are not saying that this was a house in a wedding where there was great miscalculations, but they said that this was a house that had the miracle of Christ. ദൈവമഹത്വം ജീവിതത്തിൽ വെളിപ്പെട്ടാൽ 4 പേരറിയത്തക്ക തരത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി വിജയത്തോടെ നയിക്കുവാൻ ദൈവശക്തനാണ്. Oh, if God did a miracle in your life, 4 people need to see it and know that, and they should be able to say that God blessed him. ഇതുപോലെ തിരിച്ചറിയട്ടെ, ദൈവമഹത്വം വെളിപ്പെട്ടാൽ നിന്നെ നിന്ദിച്ച വാക്കുകൾ, നിന്നെ നിന്ദിച്ച അതരങ്ങൾ കൊണ്ട് തന്നെ വാക്കുകൾ മാറ്റി പറയിപ്പിക്കത്തക്ക തരത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നവനാണ്. And God is powerful enough to do a work in your life that even He does a miracle in your life. Everyone who looked down on you, everyone who said things against you, will say that God performed in his life. അതേ, ഇതുപോലെ അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. Let us submit ourselves to His hands this morning. ഇതുപോലെ ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. Let us trust in the Word of God this morning. ദൈവവചനത്തിൽ നമുക്ക് ധൈര്യപ്പെടാം. Let us stand firm in the Word of God this ഇതുപോലെ morning. വയ്ക്കുവാൻ കഴിയട്ടെ, എന്റെ കണക്കൂട്ടലുകൾ ചിലതൊക്കെ തെറ്റിപ്പോയത് ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവത്തിന്റെ നിർദ്ദേശമുണ്ടായി. Let us trust that all the miscalculations that happen in our lives, it's not by chance, it's because heaven allowed it. Hallelujah. ധൈര്യപ്പെട്ടു പോകാതെ അവിടുത്തെ ഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വസ്തയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം. Let us stand firm and let us lead our Christian life in great faith. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. Our God is coming soon. നാം വിശ്വസിച്ച കാലത്തേക്കാൾ രക്ഷ നമുക്ക് വളരെ അടുത്തിരിക്കുന്നു. And the time is yet nearer than the time that we had to face. ഇനി എത്രയോ നാൾ കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. He will not tarry, He'll come very soon. വിശുദ്ധിയോടെ നിൽക്കാം, വിശ്വസ്തയോടെ നിൽക്കാം. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ പകരുമാറാകട്ടെ. Let us stand firm, let us stand with faith. May the God's grace pour into our lives. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless us with these words.